Hi all people from Motherland. Once again welcome to my tutorial. ഇന്നത്തെ ട്യൂട്ടോറിയൽ ഞാൻ അഡോബ് ഓഡിഷൻ്റെ ട്യൂട്ടോറിയലാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. 2 അപ്ലോഡുകളുടെ തുടർച്ച എന്ന രീതിയിൽ മൂന്നാമത്തെ അഡോബ് ഓഡിഷൻ ട്യൂട്ടോറിയലാണ് ഞാൻ ഇന്നിവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അഡോബ് ഓഡിഷനിൽ നമ്മളൊരു സോങ് അല്ലെങ്കിൽ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നോയ്സുകൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. ആ ശബ്ദങ്ങൾ എങ്ങനെയാണ് അഡോബ് ഓഡിഷനിൽ നമ്മൾ റിമൂവ് ചെയ്യുക എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലിപ്പ് അഡോബ് ഓഡിഷനിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് ആ ക്ലിപ്പ്. നേരത്തെ ഞാൻ റെക്കോർഡ് ചെയ്ത ഓഡിയോ ഒരു സോങ് ആണിത്. നമുക്കിന്ന് പ്ലേ ചെയ്യാം. പ്രണയം നെഞ്ചിൽ കുളിരാണേലും വിരിയുമ്പോൾ അത് കനലാണ്. കാണാൻ നിന്നെ ചേലില്ലേലും നിന്നെ കെട്ടാൻ ഞാനുണ്ട്. ഞാൻ വിളിച്ചാൽ നീ കൂടെ വരാമോ എന്നുടെ സ്വന്തം സഖിയായി. പൊന്നും വേണ്ട മിന്നും വേണ്ട എൻ്റെതായി തീരാമോ. ഇതാണ് ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത ഓഡിയോ ക്ലിപ്പ്. ഇപ്പോൾ നമുക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ ഈ സോങ്ങിൻ്റെ ഇടയിലുണ്ട്. ഞാനിന്ന് അതെങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ ക്ലിപ്പിൻ്റെ മുകൾ ഭാഗത്തായി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡബിൾ ക്ലിക്ക് അടിച്ച് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് എഡിറ്റിംഗ് വ്യൂവിലാണ് ഇപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പ് ഓപ്പണായി വരിക. അതിനുശേഷം നമ്മൾ ഈ ഓഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യുക മൊത്തമായി. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ സൈഡ് ബാറിൽ കാണുന്ന ഇഫക്ട്സ് റാക്കിൽ പോയി ഒരുപാട് ഇഫക്ട്സുകൾ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ സൈഡ് ബാറിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് ഓരോന്ന് സാവകാശം ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഉള്ള ഇഫക്ട്സ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നോയ്സ് റിഡക്ഷൻ ആൻഡ് റീസ്റ്റോറേഷൻ എന്ന ഓപ്ഷനുണ്ട്. ഇതിൽ സാധാരണ 4 ഓപ്ഷനാണ് അഡോബി ഓഡിഷൻ CC 2070 CC വെർഷനുകൾ വരിക. അഡാപ്റ്റീവ് നോയ്സ് റിഡക്ഷൻ, ഓട്ടോമാറ്റിക് ക്ലിക്ക് റിമൂവൽ, ഓട്ടോമാറ്റിക് ഫേസ് കറക്ഷൻ, ഡീഹമ്മർ. ഇവിടെ ഞാൻ ഓട്ടോമാറ്റിക് ക്ലിക്ക് റിമൂവർ അഡാപ്റ്റീവ് നോയ്സ് റിഡക്ഷൻ ആണ് ചൂസ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഡിഫോൾട്ട് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള നോയ്സ് റിഡക്ഷൻ സെറ്റിങ്സുകൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിതിൽ ഹെവി 3 ഓപ്ഷനാണ് ഇതിൽ സബ് ഐറ്റംസ് എന്ന രീതിയിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലൈറ്റ് നോയ്സ് റിഡക്ഷൻ, ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ ചെറിയ ഒരു മാറ്റമേ വരൂ, ചെറിയൊരു കുറവ് മാത്രമേ വരുത്തുകയുള്ളൂ. ഹെവി നോയ്സ് റിഡക്ഷൻ ഫുള്ളായി അത് റിമൂവ് ചെയ്യുന്നതാണ്. ഡി റിവർബ് സിംഗിൾ സോഴ്സ്, ഒരു ചാനലിലെ ചില സൗണ്ടുകൾ മാത്രം ഈ ഡി റിവർബ് സിംഗിൾ സോഴ്സ് ഉപയോഗിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ ഹെവി നോയ്സ് റിഡക്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം സ്പേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്ലേ ചെയ്യാൻ വേണ്ടി. പ്രണയം നെഞ്ചിൽ കുളിരാണേലും വിരിയുമ്പോൾ അത് കനലാണ്. കാണാൻ നിന്നെ ചേലി. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സുകൾക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഇനിയും ഈ വോയിസിന് ചെറിയ എന്തെങ്കിലും ഓഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ നോയ്സ് എന്ന ഓപ്ഷനിലൂടെ നമ്മൾക്കത് കൂട്ടിയും കുറച്ചും നമ്മൾക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ എഫക്ട്സ് ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം അപ്ലൈ ക്ലിക്ക് ചെയ്ത് ഇത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം മൾട്ടി ട്രാക്ക് സെഷനിൽ വീണ്ടും പോകാം. ഇപ്പോൾ ആ നോയ്സ് റിഡക്ഷൻ ഇഫക്ട്സ് ഇവിടെ അപ്ലൈ ആയിരിക്കുകയാണ്. സോ താങ്ക്സ് ഗൈസ്. വീണ്ടും അടുത്ത ട്യൂട്ടോറിയൽ കാണുന്നവരെ ബൈ.